അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 11ാമത്തെ യൂണിറ്റായ അവർ ഇന്ത്യ അഥവാ നമ്മുടെ ഇന്ത്യ എന്ന പാഠമാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ആ പാഠത്തിൻ്റെ ബാക്കി ഭാഗവും അതിലെ വർക്ക്ഷീറ്റുകളും ചെയ്യാം. അഞ്ചാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. ഇനി നമുക്ക് ഇന്ത്യയിലെ പ്രധാന നദികളെക്കുറിച്ച് പഠിക്കാം. ഇന്ത്യയിലെ പ്രധാന പർവ്വതനിരകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുവല്ലോ. ഇതിൽ മിക്ക പർവ്വതനിരകളും അനേകം നദികളുടെ ഉത്ഭവസ്ഥാനങ്ങളാണ്. ഹിമാലയ പർവ്വതനിരകളിൽ നിന്നുത്ഭവിക്കുന്ന സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയും ഉപദ്വീപിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നുത്ഭവിക്കുന്ന മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നീ നദികളുമാണ് ഇന്ത്യയിലെ പ്രധാന നദികൾ. ഇന്ത്യ റിവേഴ്സ്. We have discussed the major mountain ranges in India. Many of these mountain ranges are the sources of a number of rivers. The Indus, the Ganga and the Brahmaputra originating from the Himalayas, and the Mahanadi, the Godavari, the Krishna, the Kaveri, the Narmada and the Tapti originating from the high altitude regions of peninsular India are the major rivers of India. എങ്കിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളും ഉപദ്വീപിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദികളും നമുക്കൊന്ന് പട്ടികപ്പെടുത്തിയാലോ. ലിസ്റ്റ് ഔട്ട് ദ റിവേഴ്സ് originating from the Himalayas and those originating from the high altitude regions of peninsular India. ഹിമാലയൻ നദികൾ അഥവാ ഹിമാലയൻ റിവേഴ്സ് ഏതൊക്കെയാണ്? സിന്ധു അഥവാ ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. ഉപദ്വീപീയൻ നദികൾ അഥവാ പെനിൻസുലാർ റിവേഴ്സ് ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. അടുത്തതായി നമുക്ക് ഇന്ത്യയിലെ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കാം. വളരെയധികം വൈവിധ്യമുള്ള കാലാവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ മഴക്കാലം, ശൈത്യകാലം, വേനൽക്കാലം എന്നിങ്ങനെയുള്ള ഋതുക്കളാണ് അനുഭവപ്പെടുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും ഒക്ടോബർ മുതൽ നവംബർ വരെയുമുള്ള 2 മഴക്കാലങ്ങളാണ് ഇന്ത്യയിലുള്ളത്. India climate. Diverse climate prevails in India. India experiences rainy, winter and summer seasons. Of the 2 rainy seasons in India, the first extends from June to September and the second from October to November. അറബിക്കടലിനോട് ചേർന്ന പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഈ കാലയളവുകളിൽ ധാരാളം മഴ ലഭിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശമാണ് മേഘാലയയിലെ ചിറാപുഞ്ചി. ഇന്ത്യയിലെ കാർഷിക മേഖല ഈ മഴക്കാലങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. The western coastal region bordering the Arabian Sea and the northeastern states receive heavy rainfall during these periods. Cherrapunji in Meghalaya receives the highest rainfall in India. The agricultural sector in India is highly dependent on these rainy seasons. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ശൈത്യകാലത്തെ തുടർന്ന് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നു. The winter season in India is experienced from December to February. It is followed by the summer season from March to May. അതായത് മഴക്കാലം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും ഒക്ടോബർ മുതൽ നവംബർ വരെയും, ജൂൺ മുതൽ നവംബർ വരെ. റെയിനി സീസൺ ഫ്രം ജൂൺ ടു സെപ്റ്റംബർ ആൻഡ് ഫ്രം ഒക്ടോബർ ടു നവംബർ, ഫ്രം ജൂൺ ടു നവംബർ. ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? മേഘാലയയിലെ ചിറാപുഞ്ചി. Cherrapunji in Meghalaya receives
the highest rainfall in India. ഇന്ത്യയിൽ ശൈത്യകാലം ഏതു മാസങ്ങളിലാണ് അനുഭവപ്പെടുന്നത്? ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. The winter season. The winter season in India is experienced from December to February. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ഉഷ്ണകാലം? The summer season. മാർച്ച് മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. The summer season in India is experienced from March to May. ഇനി നമുക്ക് ഇന്ത്യയിലെ ഋതുക്കൾ അഥവാ സീസൺസ് ഇൻ ഇന്ത്യ ഒരു പട്ടികയായി എഴുതി നോക്കാം. മഴക്കാലം അഥവാ റെയിനി സീസൺ ജൂൺ മുതൽ നവംബർ വരെ, ഫ്രം ജൂൺ ടു നവംബർ. ശൈത്യകാലം അഥവാ വിന്റർ സീസൺ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ, ഡിസംബർ ടു ഫെബ്രുവരി. വേനൽക്കാലം അഥവാ സമ്മർ സീസൺ മാർച്ച് മുതൽ മെയ് വരെ, മാർച്ച് ടു മെയ്. ഇനി നമുക്ക് ഇന്ത്യയിലെ നൈസർഗിക സസ്യജാലങ്ങളെക്കുറിച്ചും ജന്തുക്കളെക്കുറിച്ചും പഠിക്കാം. ഇന്ത്യയുടെ ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും ഏറെ വൈവിധ്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഈ വൈവിധ്യങ്ങൾക്ക് അനുസൃതമായി സസ്യജാലങ്ങളിലും ജന്തുക്കളിലും ഒട്ടനവധി വൈവിധ്യങ്ങൾ നമുക്ക് കാണാം. മഴക്കാടുകൾ, ഇലപൊഴിയും കാടുകൾ, മുൾക്കാടുകളും കുറ്റിക്കാടുകളും പുൽപ്രദേശങ്ങൾ മുതലായ നൈസർഗിക സസ്യജാലങ്ങളും ഇന്ത്യയിലുണ്ട്. ആന, സിംഹം, കടുവ, പുലി, കാട്ടുപോത്ത്, മാൻ, മയിൽ, വേഴാമ്പൽ മുതലായ അനേകം പക്ഷിമൃഗാദികളുടെ ആവാസ കേന്ദ്രമായ ഈ പ്രദേശങ്ങൾ ഇന്ത്യയുടെ വിലമതിക്കാനാകാത്ത സമ്പത്താണ് എന്നതിൽ സംശയമില്ല. ഇന്ത്യ, natural vegetation and animal life. You have learned that India's physiography and climate are diverse. Consequently, diversity can also be found in plant and animal life. India's natural vegetation includes rainforests, deciduous forests, thorn and shrub forests, and grasslands. These regions, which are the habitat of different types of birds and animals such as elephant, lion, tiger, leopard, wild boar, deer, peacock, and hornbill, are undoubtedly a treasure of India. മഴക്കാട് അഥവാ റെയിൻ ഫോറസ്റ്റ്, ഇലപൊഴിയും കാട് അഥവാ ഡെസിഡിവസ് ഫോറസ്റ്റ്, പുൽപ്രദേശം അഥവാ ഗ്രാസ്ലാൻഡ്, മുൾക്കാട് അഥവാ തോൺ ഫോറസ്റ്റ്, ഇവയുടെയൊക്കെ ചിത്രമാണ് കൂട്ടുകാർ ഇവിടെ കാണുന്നത്. നമ്മൾ ഇന്ത്യക്കാർ ഭൂപ്രകൃതി, കാലാവസ്ഥ, സസ്യ ജന്തുജാലങ്ങൾ ഇവയിലൊക്കെ ഇന്ത്യയിൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ടെന്ന് മനസ്സിലായില്ലേ? ഈ വൈവിധ്യങ്ങൾക്കനുസൃതമായി ജനജീവിതത്തിലും വൈവിധ്യങ്ങളുണ്ട്. ദക്ഷിണേന്ത്യക്കാർക്ക് അരിയാണ് പ്രധാന ഭക്ഷ്യധാന്യമെങ്കിൽ ഉത്തരേന്ത്യക്കാർക്ക് ഗോതമ്പാണ് പ്രധാന ഭക്ഷ്യധാന്യം. ദക്ഷിണേന്ത്യക്കാർ പൊതുവെ പരുത്തി വസ്ത്രങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. എന്നാൽ പർവ്വത പ്രദേശങ്ങളിൽ കമ്പിളി വസ്ത്രങ്ങൾക്കാണ് പ്രാമുഖ്യം. ആഘോഷങ്ങളിലുമുണ്ട് വൈവിധ്യങ്ങൾ. കേരളീയരുടെ ദേശീയോത്സവമാണല്ലോ ഓണം. തമിഴ്നാട്ടിൽ പൊങ്കലാണ് പ്രധാന ആഘോഷം. ആസാമിലെ ബിഹു, ഉത്തരേന്ത്യയിൽ ഹോളി എന്നിങ്ങനെ ആഘോഷങ്ങളിലും ആചാരങ്ങളിലും വൈവിധ്യം പ്രകടമാണ്. We, the Indians, you are now aware of the diversities in physiography, climate, and plant and animal life in India, aren't you? There is a corresponding diversity in the human life as well. While rice is the staple food of the South Indians, it is wheat for the North Indians. The people of South India commonly use cotton clothes, while the people living in the mountain region prefer woolen clothes. Festivals are diverse. Onam is the regional festival of Kerala. The major festival of Tamil Nadu is Pongal. Bihu is celebrated in Assam and Holi in North India.
Such diversities are evident in rituals also. അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ദേശീയ ഉത്സവങ്ങൾ നമുക്കൊന്ന് പട്ടികപ്പെടുത്തിയാലോ? ലിസ്റ്റ് ഔട്ട് ദ നാഷണൽ ഫെസ്റ്റിവൽസ് ഓഫ് ദ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. വിവിധ സംസ്ഥാനങ്ങളിലെ പ്രധാന ആഘോഷങ്ങളിലൂടെ നമുക്കൊന്ന് പോയി നോക്കിയാലോ? കേരളം ഓണം, വിഷു. തമിഴ്നാട് പൊങ്കൽ, ദീപാവലി. ആന്ധ്രാപ്രദേശ് ഉഗാദി, പൊങ്കൽ. കർണാടക ദസറ, ഉഗാദി. മഹാരാഷ്ട്ര ഗണേശ ചതുർത്ഥി. മധ്യപ്രദേശ് ദസറ. ബംഗാൾ ദുർഗാപൂജ, കാളിപൂജ. ഗുജറാത്ത് ജന്മാഷ്ടമി, ഹോളി. ബീഹാർ ഛാത് പൂജ, രാമനവമി. ഹരിയാന ദീപാവലി, ബൈശാഖി. ഹിമാചൽ പ്രദേശ് മഹാശിവരാത്രി, കുളു ദസറ. ഗോവ ഷിഗ്മോ, വസന്ത് പഞ്ചമി. ജാർഖണ്ഡ് ഹോളി, ഛത്രമേള. അസം ബിഹു. എന്തൊക്കെ ആഘോഷങ്ങളാണല്ലേ കൂട്ടുകാരെ! ഭൂപ്രകൃതി, കാലാവസ്ഥ, സസ്യജാലങ്ങൾ, ഭാഷ, വേഷം, ഭക്ഷണരീതി, ആചാരങ്ങൾ, ആഘോഷങ്ങൾ എന്നിവയിലെല്ലാം വളരെയധികം വൈവിധ്യങ്ങളുണ്ടെങ്കിലും ഇതിനെല്ലാം അതീതമായി ഇന്ത്യ ഒരൊറ്റ രാജ്യമായി നിലനിൽക്കുന്നു. Though there are diversities in physiography, climate, vegetation, animal and human life, India stands united as a single nation. നമുക്ക് ഈ പാഠത്തിൽ പഠിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞു നോക്കിയാലോ? ഏഷ്യ വൻകരയുടെ തെക്കുഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട്. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ എന്നിവ ഉൾപ്പെട്ട ഭൂപ്രകൃതിയാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയിലെ പ്രധാന നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നിവ. ഇന്ത്യയിലെ കാലങ്ങളെ മഴക്കാലം, ശൈത്യകാലം, വേനൽക്കാലം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. മഴക്കാട്, ഇലപൊഴിയും കാട്, മുൾച്ചെടികളും കുറ്റിക്കാടുകളും പുൽപ്രദേശങ്ങൾ മുതലായവയാണ് ഇന്ത്യയിലെ പ്രധാന സസ്യജാലങ്ങൾ. ഭൂപ്രകൃതി, കാലാവസ്ഥ, സസ്യജാലങ്ങൾ, ഭാഷ, വേഷം, ഭക്ഷണരീതി, ആചാരങ്ങൾ, ആഘോഷങ്ങൾ എന്നിവയിലെല്ലാം വളരെയധികം വൈവിധ്യങ്ങളുണ്ടെങ്കിലും ഇതിനെല്ലാം അതീതമായി ഇന്ത്യ ഒരൊറ്റ രാജ്യമായി നിലനിൽക്കുന്നു. Summary. India is located in the south of Asia. India is divided into 28 states, 8 union territories and a national capital territory. The physiography of India includes mountains, plateaus, plains, coastal regions and islands. The major rivers of India are the Indus, the Ganga, the Brahmaputra, the Mahanadi, the Godavari, the Krishna, the Kaveri, the Narmada and the Tapti. India experiences 3 seasons as rainy season, winter season and summer season. Rainforests, deciduous forests, thorn and shrub forests, grasslands etc. are the major types of vegetation in India. Though diversities exist in physiography, climate, vegetation, language, dressing, food habits, rituals and festivals, India stands united as a single nation. നമുക്കിനി ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ ഒരു ആൽബം തയ്യാറാക്കാം. എന്നിട്ട് ഇത് നിങ്ങളുടെ സാമൂഹ്യ ശാസ്ത്ര ലാബിൽ സൂക്ഷിച്ചു വെക്കണം. ഇന്ത്യയിലെ സാംസ്കാരിക വൈവിധ്യം അഥവാ കൾച്ചറൽ ഡൈവേഴ്സിറ്റി കാണിക്കുന്ന ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വിവിധ ജാതി മതസ്ഥരുടെ വിവിധ തരം ആചാരങ്ങളും ആഘോഷങ്ങളുമൊക്കെയാണ് ചിത്രത്തിലുള്ളത്. കൂട്ടുകാർക്ക് ഇതുപോലെ ഇഷ്ടമുള്ള ചിത്രങ്ങൾ ശേഖരിച്ച് നിങ്ങളുടെ ആൽബം തയ്യാറാക്കാം.
നമ്മുടെ ഇന്ത്യ എന്ന പാഠവും അതിലെ പ്രവർത്തനങ്ങളും കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.